ഇടുക്കി കുമിളിയിൽ ലോറിക്ക് മുകളിലേക്ക് മരം വീണാണ് ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീജിത്ത് മനോജിന് ജീവൻ നഷ്ടമായത്. ഇയാൾക്കൊപ്പമുള്ളവരെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് ബോവിക്കാനത്ത് തുണി അലക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട വയോധിക മരിച്ചു. മുല്ലം ക്ഷേത്രത്തിന് സമീപത്തെ ഗോപികയാണ് മരിച്ചത്. കാലവർഷക്കെടുതിയിൽ കോട്ടയം ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് മാത്രമുണ്ടായത് 4 കോടി രൂപയുടെ നഷ്ടമാണ്. 126 ഹെക്ടറിലെ കൃഷി പൂർണ്ണമായി നശിച്ചു. ഇടുക്കിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 62 വീടുകൾ തകർന്നു. 6 എണ്ണം പൂർണ്ണമായും മറ്റുള്ളവ ഭാഗികമായും. 133 പേർ 5 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മാറിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയിൽ താമസിക്കുന്നവരെ ഒഴിപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ഇടുക്കിയിലെ മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്രയ്ക്കും നിരോധനമുണ്ട്. കൊച്ചി കടവന്ത്രയിൽ പോലീസ് സ്റ്റേഷന് സമീപം നിർത്തിയിട്ട കാറിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. ഇടക്കൊച്ചിയിൽ ക്ഷേത്രത്തിന് സമീപവും ആലുവദേശം കുന്നുംപുറത്ത് ദേശീയപാതയിലും മരം വീണു. അരൂർ കെൽട്രോണിന് സമീപം റെയിൽവേ ട്രാക്കിൽ മരം വീണ് അപകടമുണ്ടായി. ഇതേ തുടർന്ന് എറണാകുളത്തിനും ആലപ്പുഴയ്ക്കുമിടയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിലേക്ക് മരം വീണ് നിരവധി പേർക്ക് പരിക്കേറ്റു. ബസ് കണ്ടക്ടറടക്കം 15 പേരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.